താരപ്പകിറ്റിലേക്ക് സ്വാഗതം. മലയാള സിനിമാ രംഗത്തെ ചിരപരിചിതനായൊരു വ്യക്തി, നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ കൊച്ചുപ്രേമൻ ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിറ്റ്. സ്വാഗതം. ചേട്ടനെ കാണുമ്പോൾ തന്നെ എനിക്ക് ആ കഥാനായകനിലെ ഓട്ടാണ് ഓർമ്മ വരുന്നത്. എക്കാലവും മലയാളി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയും ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു സിനിമ. കഥാനായകനും ഈ പറഞ്ഞതുപോലെ രാജസേനൻ ഡയറക്റ്റ് ചെയ്ത പടമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗം വെച്ച് കഴിഞ്ഞപ്പം ചേട്ടൻ അവസാനം അയാളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിലും വലിയൊരു ആയുധം ഇല്ലല്ലോ. അതുകൊണ്ടാണ് അയാൾ അതിലെത്തോട്ട് പോകുന്നത്. അത് വളരെ തിയേറ്ററിൽ വളരെ ചിരിയുളവാക്കുന്ന ഒരു സംഭവമായിട്ട് അത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമാ വേദിയിൽ ഞാനെന്ന് പറയുന്ന കൊച്ചുപ്രേമൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ കുറേ കൂടെ സാന്നിധ്യം സിനിമയിൽ ഉറപ്പിച്ചു തന്ന ഒരു കഥാപാത്രമാണ്. സേനൻ ചേട്ടൻ്റെ തന്നെ ദില്ലി വാല രാജകുമാരിലും എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു വേഷമാണ്. അതെ, ദില്ലി വാല രാജകുമാരനാണ് എൻ്റെ സിനിമാ പ്രവേശനത്തിൻ്റെ ഇടയ്ക്കൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഭാഗ്യമാണ് എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഇതുവരെയും നമുക്ക് സിനിമയിൽ നിന്ന് മാറി ഒഴിഞ്ഞു നിൽക്കാൻ അല്ലെങ്കിൽ ഒഴിച്ചു നിർത്താൻ ഒക്കാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന ആണ് ഇപ്പോൾ. വളരെ അടുത്ത് രൂപാന്തരങ്ങൾ എന്ന സിനിമ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇന്ത്യൻ പനോരമയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരുപാട് വാർത്ത പ്രാധാന്യം നേടിയൊരു ചിത്രമായിരുന്നു രൂപാന്തരങ്ങൾ. അതെ അതെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് ഞാൻ ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെയാണ് കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സത്യം. അപ്പോൾ ജനം എന്നെ അതിൽ നിന്ന് വേറിട്ടൊരു കഥാപാത്രത്തിൽ ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും വാർത്താ പ്രാധാന്യവും മറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ തമാശ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇത്തരം കഥാപാത്രങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അത് പ്രദർശിപ്പിക്കുവാനൊരവസരം കാത്തിരിക്കുന്ന ഒരു ആളും കൂടെയായിരുന്നു ഞാൻ. പക്ഷേ അതൊന്നും ഞാൻ പറഞ്ഞതുപോലെ എന്നെപ്പോലുള്ളവർ എപ്പോഴും തമാശകൾ കളിപ്പിക്കുകയുള്ളൂ എന്നുള്ള ധാരണയിൽ വെച്ചുകൊണ്ട്. പക്ഷേ അത് കണ്ടെത്തിയ അതുപോലുള്ള കഥാപാത്രങ്ങൾ കണ്ടെത്തിയ അപൂർവം ഡയറക്ടേഴ്സ് നമുക്കുണ്ട്. ഒന്ന് ആദ്യത്തെ എൻ്റെ വേറിട്ടൊരു ചിത്രം ചെയ്തതെന്ന് വെച്ചാൽ ഗുരു എന്ന ചിത്രം. രാജീവ് അഞ്ചൽ. തീർച്ചയായിട്ടും രാജീവേട്ടൻ അതിലെന്ന് പറഞ്ഞാൽ വ്യത്യസ്തനായൊരു വില്ലനായിരുന്നു. അതെ 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 അതെ. ഒരു മുഖ്യ പുരോഹിതൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. അതിൽ മോഹൻലാൽ എന്ന കഥാപാത്രത്തിന് ഇലാമൽ പഴത്തിൻ്റെ കുരു അരച്ച് കണ്ണ് കൊല്ലാൻ ശ്രമിക്കുകയും പക്ഷേ അത് ഈ അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള ഒരു മരുന്നാണെന്നുള്ളത് അതിൽ കൂടെ തെളിയിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് വേറിട്ടൊരു വേഷം ചെയ്യാൻ കഴിയുമെന്നുള്ള ഈ കൊച്ചു ശരീരം വെച്ചുകൊണ്ട് ഇത്തരം വലിയൊരു വില്ലൻ വേഷം ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പിച്ചു തന്ന ആദ്യത്തെ ഡയറക്ടറാണ് രാജീവ് അഞ്ചൽ. അതിനുശേഷം അശോകാർനാഥിൻ്റെ മിഴികൾ സാക്ഷി സുകുമാരി അമ്മ പ്രധാന സെൻട്രൽ ക്യാരക്ടറാക്കി കൊണ്ട് ചെയ്ത സിനിമ. മോഹൻലാൽ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ സിനിമ. അതേപോലെ തന്നെ ആ സിനിമയ്ക്ക് ഏറ്റവും പ്രത്യേകത തോന്നുന്നു 20 വർഷത്തിന് ശേഷം ONV സാറും ദക്ഷിണാമൂർത്തി സ്വാമികളും ഒന്നിച്ചു ചേർന്ന് ആ ഒരു അതിമനോഹരമായ പാട്ടുകൾ സൃഷ്ടിക്കപ്പെടാൻ അതിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. നാടകരംഗത്തു നിന്നും എങ്ങനെയാണ് ചേട്ടൻ സിനിമയിലോട്ട് എത്തിപ്പെട്ടത്? അന്നത്തെ കാലത്ത് എത്രത്തോളം ബുദ്ധിമുട്ടി ഈ ഒരു യാത്രയിൽ? എൻ്റെ കുടുംബം എന്ന് പറയുന്ന ഒരു കലാകുടുംബമാണ്. എൻ്റെ അച്ഛനൊരു അധ്യാപകനും ഹെഡ് മാസ്റ്ററൊക്കെ ആയിരുന്നു. പിന്നെ ആസ്ട്രോളജി ജ്യോതിഷമൊക്കെ പറയുന്ന ആളായിരുന്നു. അമ്മ ഒരു സംഗീത അധ്യാപികയായിരുന്നു. എന്താ പറയുക, ആകാശവാണിയിലൊക്കെ നിരവധി കച്ചേരി നടത്തിയിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കലാകുടുംബമാണ് എൻ്റേത്. ആ കുടുംബത്തിൽ ഞങ്ങൾ 7 മക്കളാണെങ്കിലും ഈ കലാരംഗത്തേക്ക് അറിയപ്പെടുന്ന ഒരു കലാകാരനായി വരാൻ എനിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതും അഭിനയത്തിലൂടെ. എൻ്റെ അമ്മയുടെ അച്ഛൻ ഒരു വലിയ നാടകക്കാരനായിരുന്നു. അന്നത്തെ കാലത്ത് വലിയ അഗസ്റ്റിൻ ജോസഫ്, ഓച്ചിറവേലിക്കുട്ടി, തുമ്പമൺ പത്മനാഭൻ എന്ന് പറയുന്ന നിരവധി പ്രതിഭാശാലികളെ വെച്ച് നാടകം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായി അപ്പൂപ്പൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട്
ആണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാടകങ്ങൾ അന്ന് നാടകത്തിൽ പോലും എനിക്ക് കടന്നുകൂടാൻ ഒരവസരം ഉണ്ടായിട്ടില്ല. കാരണം ഈ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലും പല അന്ന് നാടകങ്ങൾ സജീവമായി അവതരിപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴാണ് ക്ഷേത്രാങ്കണങ്ങളിൽ നിന്നും നാടകങ്ങൾ തീർച്ചയായിട്ടും. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ മൈക്കിൻ്റെ ഒച്ച കേൾക്കുന്ന ഏത് സ്ഥലത്തും പോയി നാടകം അവതരിപ്പിക്കില്ല, കാണുക എന്നുള്ളതാണ്. കണ്ടിട്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഒരു വർഷത്തിലൊരിക്കൽ, അതായത് ഓണം പോലുള്ള ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ ഒരു നാടകം തട്ടിക്കൂട്ടും. അത് രചനയും സംവിധാനവും സ്റ്റേജ് കെട്ടും പിരിവും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ ലാഭമായിരിക്കും നഷ്ടമായിരിക്കും? ലാഭം തന്നെയായിരിക്കും. കാരണം അത്ര മോശമായിട്ടുള്ള രീതിയിലല്ല അവതരിപ്പിക്കുന്നത്. കാരണം ഈ പ്രൊഫഷണൽ നാടകങ്ങൾ കണ്ടിട്ട് അതേപോലെ അതിൽ നിന്ന് ഒരു കുറവും സംഭവിക്കാത്ത രീതിയിലാണ് ഞാനിവിടെ ഈ നാടകങ്ങൾ അവതരിപ്പിക്കും. എൻ്റെ നാട്ടിൽ പക്ഷേ അന്നത്തെ കാലത്ത് നഷ്ടമായിരുന്നെങ്കിൽ പോലും അത് ഒന്നിച്ച് സഹിക്കാനും ഒന്നിച്ച് ആ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അതിനേക്കാൾ വലുതായിരുന്നു. ഞാൻ താമസിക്കുന്ന സിറ്റിയും ഗ്രാമവും കൂടെ ചേർന്ന, അതായത് സിറ്റിയുടെ അവസാനവും ഗ്രാമത്തിൻ്റെ തുടക്കവും എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഈ രണ്ടുപേരും രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റുന്നു. ഞാൻ താമസിക്കുന്നത് ഒരു പിടി നല്ല നടന്മാർ. അവർ ഇപ്പോൾ പലരും പല രീതിയിലാണ്. ചിലർ മരിച്ചുപോയി. എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന ഒരു പ്രേമൻ എന്ന് പറയുന്ന ആളുണ്ട്, അയാളെ മരിച്ചു. അവനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ നാടകം അവതരിപ്പിക്കുന്നത് തന്നെ പ്രൊഫഷണൽ നാടകം ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അതേ രീതിയിൽ കണ്ട് പഠിച്ച് മറന്നു പോകാതെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ എഴുതിയ നാടകങ്ങൾ അത് കണ്ടുകൊണ്ടാണ് ഈ നാടകങ്ങൾ എഴുതുന്നത്. അങ്ങനെ എഴുതി പ്രൊഫഷണൽ നാടകം പോലെ തന്നെ. അന്നത്തെ കാലത്ത് ഒരു ചിട്ടയുണ്ടായിരുന്നു, ഈ പ്രൊഫഷണൽ നാടകമാകുമ്പോൾ 4 പെണ്ണുങ്ങൾ വേണം, 6 ആണുങ്ങൾ വേണം എന്നുള്ളതൊക്കെ. അങ്ങനെ ഈ 4 പെണ്ണുങ്ങളെ വെച്ചാണ് ഈ 4 അന്നത്തെ ഏറ്റവും വലിയ ചിലവ് എന്ന് പറയുന്നത് ഈ പെണ്ണുങ്ങൾക്കുള്ള റെമ്യൂണറേഷൻ കൊടുക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഉണർന്ന് 6 വെട്ടം വീണതിന് ശേഷം ഞങ്ങളെ കണ്ടാണ് ഉറക്കം ഉണക്കുന്ന പലരും. അത്തരം വലിയൊരു ശ്രമം നടത്തി. പക്ഷേ ഇന്നത്തെ യുവാക്കളിൽ അല്ലെങ്കിൽ ഇന്ന് കലയെ അപ്രോച്ച് ചെയ്യുന്നവരിൽ അത്രത്തോളം ഉണ്ട്. അല്ല, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പലർക്കും നാടകം എന്താണെന്ന് അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് ഈ കോളേജ് വിദ്യാർത്ഥികളെ പോലുള്ളവർക്ക് നാടകം അറിയായിരിക്കാം, പക്ഷേ ഈ പ്രൊഫഷണൽ നാടകങ്ങൾ എന്താണ് എന്നുള്ളത് അറിഞ്ഞൂടാ. ഈ വേർതിരിവുകൾ നാടകങ്ങളിൽ തന്നെ പ്രൊഫഷണൽ നാടകം, അമച്ചർ നാടകം, അങ്ങനെയുള്ള പല വേർതിരിവുകൾ വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രൊഫഷണൽ നാടകങ്ങൾ കാണുവാനായിട്ട് ഇന്നത്തെ ചെറുപ്പക്കാർ കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ ഒരു കാലത്ത് നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ എല്ലാ അമ്പലപ്പറമ്പുകളിലും 10, 300, 350 നാടകങ്ങൾ ഞാൻ കളിച്ചിട്ടുണ്ട്. ചേട്ടാ, നാടകത്തിൽ നിന്നും സിനിമയിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാടകത്തിലെ അഭിനയമല്ല, നാടകത്തിൽ ഒരു എക്സാജറേഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ സിനിമയിൽ വരുമ്പോൾ അത് വളരെ ലാളിത്യമാർന്നതായിരിക്കണം, സട്ടിലായിട്ട് അഭിനയിക്കണം. അപ്പം അത്തരത്തിലുള്ള ഒരു മാറ്റം, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം? ഇല്ല, ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നാടകത്തിലെ അഭിനയവും സിനിമയുടെ അഭിനയവും സീരിയലിൻ്റെ അഭിനയവും 3 തലത്തിൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ സിനിമാക്കാർക്ക് വേണ്ടത് സിനിമാക്കാർക്ക് കൊടുക്കുകയും നാടകക്കാർക്ക് വേണ്ടത് നാടകക്കാർക്ക് കൊടുക്കുകയും സീരിയലുകാർക്ക് വേണ്ടതും അവർക്കും കൊടുക്കത്തക്ക രീതിയിലുള്ള അഭിനയം അറിയാവുന്നവനായിരിക്കണം ഒരു നടനായി വരേണ്ടത്. അല്ല, ചില സീരിയലിൽ ഒരു വിഭാഗം പരാതിപ്പെടുന്നുണ്ട്, ഒന്ന് സിനിമയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സീരിയലിൽ വരില്ല എന്ന് പറയും, അല്ലെങ്കിൽ സീരിയൽ എന്ന് പറഞ്ഞ ഒരു വേർതിരിവ് ഫീൽ ചെയ്യും. അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. പലരുടെയും പല ഇൻ്റർവ്യൂകളിലും ഞാൻ കേട്ടിട്ടുണ്ട്. പലരും പറയാറുണ്ട് നിങ്ങൾ സീരിയലിലൊക്കെ സജീവമല്ലേ? ഇല്ല, സീരിയലിൽ അങ്ങനെ ഇടയ്ക്ക് മുറയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കളെ ഒഴിവാക്കാനൊക്കാത്തത് കൊണ്ട് അവർ ചെയ്യുന്ന സീരിയലിൽ ഞാൻ അഭിനയിക്കുന്നു എന്നുള്ളതല്ലാതെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് സിനിമയാണ്. അപ്പോൾ എന്നെ ഒരു സിനിമ നടൻ അല്ലെങ്കിൽ നടിയായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് രണ്ടും അഭിനയമാണ്. അതുകൊണ്ട് അത്തരം പറച്ചിലുകളൊക്കെ ഒഴിവാക്കി പോയാൽ കുറേ ആ പറച്ചിലുകൾ കൊണ്ട് തന്നെ ചിലപ്പോൾ വീട്ടിൽ ഇരുന്ന് പോകേണ്ട അവസ്ഥ വരുന്നു. ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നാടകത്തിൽ നിന്ന് സിനിമയിൽ വന്നിട്ട് സീരിയൽ ചെയ്യുകയാണ്.
ഇപ്പോൾ സിനിമ കുറഞ്ഞിരിക്കുമ്പോൾ സീരിയൽ ചെയ്യും, സീരിയൽ കുറഞ്ഞിരിക്കുമ്പോൾ സീരിയൽ വിളിക്കാതെ വരുമ്പോൾ സിനിമ ഉണ്ടെങ്കിൽ സിനിമയ്ക്ക് പോകും. ഇത് രണ്ടും അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു പുതിയ നാടകം ചെയ്യുന്നുണ്ട് എറണാകുളത്ത്. ഞാൻ പണ്ട് അഭിനയിച്ചൊരു നാടകം. നാടകത്തിൽ അഭിനയിക്കാനും ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ അഭിനയമായ തൊഴിലായിട്ട് നടക്കുന്നവന് ചെയ്തേ പറ്റൂ. അത് തന്നെയാണ് ഞാൻ തുടരുന്നത്. എനിക്ക് അങ്ങനെ വേർതിരിവെന്ന് പറയുന്ന സംഭവമേ ഇല്ല. വേർതിരിവ് എന്നാൽ നമ്മളെ കുടുംബം പട്ടിണിയായി പോകും, അത്രേ ഉള്ളൂ. ചേട്ടൻ സിനിമയിൽ വന്ന കാലം എന്ന് പറയുന്നത്, അയ്യോ ആദ്യം ദില്ലിവാല രാജകുമാരനായിരുന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞാലും ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ക്യാബറേ നർത്തകി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ ഇന്ന് ചില പാട്ടുകൾ സിനിമയിൽ നിന്ന് മാറ്റിയതുപോലെ ചില പാട്ടുകൾ അതായത് റെക്കോർഡ് ചെയ്യും, പക്ഷെ സിനിമയിൽ വരില്ല. അതുപോലെ ക്യാബറേ നർത്തകൾ വന്നപ്പോൾ അതിൽ കൊച്ചുപ്രേമൻ ചേട്ടൻ ഇല്ലായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. ഞാൻ എവിടെ വായിച്ച എൻ്റെ ഒരു ഓർമ്മയാണ്. എന്നുവെച്ചാൽ അത് ഞങ്ങളൊക്കെ ഈ നാടകം ഒറ്റ നാടകങ്ങളൊക്കെ കളിച്ചിട്ട് ഞാൻ ഈ ഒരു സിനിമാ നടൻ്റെ പരിവേഷം എടുത്ത് ചേർത്തിക്കൊണ്ട് ഒരിക്കലും ഞാൻ നടക്കാറില്ല. എനിക്ക് ചിലപ്പോൾ ഒരു സിനിമ അല്ലെങ്കിൽ 1-2 മാസം സിനിമ നിരന്തരമായ സിനിമയായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ജംഗ്ഷനിലോട്ട് ഇറങ്ങി എൻ്റെ പഴയ കൂട്ടുകാരുമായിട്ട് അവിടെ കടത്തിനേക്കാണ്. അതാണ് ജീവിതം. പലപ്പോഴും എൻ്റെ നടവഴി പോകുന്ന അങ്ങ് കാട്ടാക്കട അല്ലെങ്കിൽ കള്ളിക്കാട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് ബസ്സിൽ വരുന്നവർ രാവിലെ ഒരു 8-8:30 മണി ഒക്കെ ഞങ്ങൾ ആ കടത്തിനെ കാണും. അവർ ജോലിക്ക് പോയി ആ ബസ്സിൽ തിരിച്ച് വരുമ്പോഴും നമ്മൾ ആ കടത്തിനയിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ ജനങ്ങളുമായിട്ടൊട്ടി നിൽക്കുന്ന അന്ന് കടത്തിനയിൽ ഇരിക്കണമെങ്കിൽ ഞങ്ങളെ പോലുള്ള ഞങ്ങളൊരു 16 ചെറുപ്പക്കാർ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ ആ നാട്ടിലെ പാവപ്പെട്ടവരുടെ വീട്ടിൽ നടക്കുന്ന കല്യാണമായിരുന്നാലും മരണമായിരുന്നാലും ഒരു പെൺകുട്ടിയുടെ ഇതായിട്ടുള്ള ചടങ്ങുകളാണെങ്കിൽ തന്നെയും അതിനൊക്കെ അവർ വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ പോയി സഹകരിച്ച് പോകുന്ന ഒരു 16 പേര് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒരു ഐക്യം, ആ ഒരു ബന്ധം അതൊക്കെ ഇന്നുണ്ടോ? അതൊക്കെ കുറേ ഞാൻ പറയാം. ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ വീടിൻ്റെ അടുത്തൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനിങ്ങനെ റൂമിൽ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഒരു 6 ചെറുപ്പക്കാർ പിള്ളേർ എന്തോ ദൂരെ നിന്നേ വഴക്ക് കൂടി വരുന്നുണ്ട്. അതൊരു ഏറ്റവും ചെറുപ്പക്കാരൻ ഒരു 14-15 വയസ്സായ സൈസിൽ ചെറുതായ ഇവൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന തെറിയെന്ന് പറഞ്ഞാൽ മറ്റേ കൂട്ടുകാരനെ വിളിക്കുക. അതൊക്കെ അപ്പോൾ ഇത് കണ്ട് ആരാണ് വിളിക്കുന്നത് ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ നമ്മളല്ലെങ്കിൽ അവനേക്കാൾ മുതിർന്ന ഒരാൾ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരാൾ നിൽക്കുന്നതെന്ന് ഈ പിള്ളേർക്ക് നോട്ടമേ ഇല്ല. അവനങ്ങ് വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അങ്ങനെ മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർ. അങ്ങനെയുള്ളവരൊന്നും ഈ അഭിനയത്തിനോടോ അല്ലെങ്കിൽ അഭിനയം കാണാനോ നാടകങ്ങൾ കാണാനോ ഒന്നിനും അവരൊന്നും പോകാറില്ല. അവരുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ പോകും. അതൊക്കെ ശ്രദ്ധിക്കേണ്ട രക്ഷകർത്താക്കളാണ്. ഈ രക്ഷകർത്താക്കളൊക്കെ എൻ്റെ മറ്റു തെറി പറഞ്ഞു കേട്ടോ ഭയങ്കരവൻ എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടാ, ഈ തലയെക്കെട്ടിൻ്റെ ഒരു രഹസ്യം എന്താണ്? ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ആൾക്കാരെല്ലാം ഒരു ബണ്ടാന ഒക്കെ കെട്ടുന്നു. ചേട്ടൻ എപ്പോൾ കാണുമ്പോഴുണ്ടല്ലോ ഈ തലയെക്കെട്ടെന്ന് പറഞ്ഞാൽ തലയുള്ളതുകൊണ്ടാണ് കെട്ടുന്നത് അല്ലേ? ഈ കെട്ടുന്നതെന്ന് വെച്ചല്ലേ ഈ മുടി കൊഴിഞ്ഞ് ഈ നിറച്ച് മുടിയാണ്. ഈ മുടി ഞാൻ കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിരിക്കുന്നു. 2017 ഏറ്റവും വലിയ സത്യം പറയാണ് വെച്ചാലേ മുടി പറന്നു പോകാതിരിക്കുക. അങ്ങനെ പറന്നങ്ങ് പോയി ഇപ്പോൾ ഒന്നുമില്ല തലയിൽ. അതുകൊണ്ട് കെട്ടിയിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടല്ല. കാരണം ഇത് കാരണം ഞാനൊരു പടത്തിന് മുമ്പ് അഭിനയിക്കാൻ പോയപ്പോൾ ഈ കഷണ്ടിത്തല കെട്ടി കാണിക്കേണ്ടത് ഈ തമിഴ് നാട്ടിൽ നിന്നുള്ള കോസ്റ്റ്യൂമേഴ്സായിരുന്നു. കോസ്റ്റ്യൂമർ ഡിസൈൻ ചെയ്യുന്ന പിള്ളേർ. അവർ സാധാരണ സിനിമ സെറ്റപ്പിൽ ചെന്നാൽ ഞാൻ ഈ സിനിമാ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ നടന്മാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ കുറവുള്ള ആൾക്കാരിൽ പെട്ടുന്നവരാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ആർട്ടിലെ പിള്ളേർ, മേക്കപ്പിൻ്റെ പിള്ളേർ, അല്ലെങ്കിൽ ഇതുപോലുള്ള തയ്യൽക്കാർ പിള്ളേർ, പിന്നണിയിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് എൻ്റെ സഹവാസം. അപ്പോൾ അവർക്ക് എന്നോട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക സ്നേഹമുണ്ട്. പല കാര്യങ്ങളും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് ചേട്ടാ. അപ്പോൾ ആ പിള്ളേരിങ്ങനെ കഷണ്ടി കാണിച്ച് നടക്കുന്നതുകൊണ്ട് ഈ കുറേ വെട്ട് തുണികളൊക്കെ മാറ്റി വെച്ച് അവർ ചേർത്ത് 2-3 6-8 ടൈപ്പിലുള്ള തുണികൾ കർച്ചീഫ് പോലെ കെട്ടിത്തന്നു. അങ്ങനെ അവിടെ മുതൽ ആരംഭിച്ചതാണ്.
പിന്നെ ഇത് സജീവമായിട്ട് ഇവരെല്ലാം ഒരു സിനിമയിൽ നിന്ന് അടുത്ത സെറ്റിൽ പോകുമ്പോഴും ഇവർ തന്നെയാണ് ഉള്ളത്. അങ്ങനെ പല അനുഭവങ്ങളുള്ളതുകൊണ്ട് ഇതങ്ങ് സജീവമായി. ചേച്ചി എൻ്റെ അടുത്ത് എപ്പോഴും ചേച്ചി പറയും സിനിമയെ കാണുന്ന കൊച്ചുകുളമൻ ചേട്ടനൊന്നല്ല, വീട്ടിൽ എന്താ സീരിയസ്നെസ് എന്ന് അറിയോ? അതെ, അത് നമുക്കറിയാം. കാരണം അദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹം ഈ നാട്ടിൻപുറത്ത് കാര്യമായിരുന്നു. എനിക്കറിയാം ചേച്ചി 97 ഋതുവേദങ്ങൾക്കും അപ്പുറമേ എന്നുള്ളൊരു ടെലിഫിലിം ചെയ്തപ്പോഴാണ് ഞാൻ ചേച്ചി ആദ്യമായിട്ട് 97 പരിചയപ്പെടുന്നത്. ആ നാട്ടിൻപുറത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവൾ ഉണ്ട് സ്ഥായിയായി അന്ന്. അപ്പോൾ ഇവിടെ വീട്ടിൽ കൊണ്ടത് എൻ്റെ കൂട്ടുകാരൊക്കെ എന്ന് വെച്ചാൽ തമാശയുടെ ആശാന്മാരാണ്. വീട്ടിൽ വന്ന് എത്ര തമാശ പറഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ എന്തോ മരണ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ആണ് അവർ പറയുന്നതെന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷനായിരുന്നു. അതൊക്കെ മാറി 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 ഇപ്പോൾ ഏറ്റവും നല്ല തമാശ പറയുന്ന പെണ്ണുങ്ങളെടുത്ത് നോക്കിയാൽ ഒരാൾ അവളായിരിക്കും. അത്ര ഈ തനപ്പൊന്ന് തമാശകളല്ല, എല്ലാം സ്റ്റാൻഡേർഡ് സാധനങ്ങൾ തന്നെയാണ് അടിക്കും. ഞാൻ പോലെ ചിരിച്ചു പോകുന്ന അത് തന്നെയാണ് മകനും കിട്ടിയിട്ടുള്ളത്. അവൻ്റെ മുമ്പിൽ വെച്ച് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അവൻ തിരിച്ച് പറയുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എത്ര തീക്കന് എത്ര കോപം പിടിച്ച് നിന്നാലും അവൻ്റെ മറുപടി കേട്ടാൽ നമ്മൾ ആദ്യം ഒന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ ചൂടാണ്. അങ്ങനെയാണ് അവളുടെ കാര്യം. അഭിനയത്തിൻ്റെ വൈഫ് ആർട്ടിസ്റ്റാണെന്ന് നിങ്ങൾ അറിയാമല്ലോ. ചേട്ടാ, ആ ചോദ്യത്തിൽ ഞാൻ ഇടപെടുകയാണ്. അറിയാമല്ലോ എന്ന് ചേട്ടനെ പോലെ ഒരു വ്യക്തി ചോദിക്കാൻ പാടില്ല. 10-20 സിനിമകളിൽ നല്ല അമ്മവേഷം ചെയ്തിട്ടുള്ള ആളല്ലേ ചേച്ചി? അതെ അതെ അതെ. അങ്ങനെ ഒരു ബഹളക്കാരിയൊന്നുമില്ല. സെറ്റിലുണ്ടായി ചെന്നാലും എവിടെയെങ്കിലും ഒതുങ്ങി ഇരിക്കും. അതുകൊണ്ട് തന്നെ വർക്കുകളും കുറവാണ്. ഏതായാലും അവൾക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ മകനൊക്കെ ജോലിയൊക്കെ ആയതുകൊണ്ട് അവൻ്റെ പുറകെ തന്നെ ഒരാൾ വേണമെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ആണ് സിനിമകൾ അങ്ങനെ അധികം ചെയ്യാത്തത്. ഇപ്പോൾ സീരിയൽസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സന്തുഷ്ടമായി ഞങ്ങൾ 3 പേര് ആണ് കുടുംബത്തിലുള്ളത്. രൂപാന്തരങ്ങൾ എന്ന സിനിമയെ ചേട്ടൻ എങ്ങനെ ഓർക്കുന്നു? എങ്ങനെയായിരുന്നു ആ ഡിസ്കഷൻ? കാര്യം അതിൽ വെൽ നോൺ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് കൊച്ചുകുളമൻ ചേട്ടൻ മാത്രമാണ്. അതെ, ആ കഥ അങ്ങനത്തെ കഥയാണ്. ഒരു അന്ധനായ രാഘവൻ എന്ന് പറയുന്ന കഥാപാത്രം. അന്ധനാണ് അയാൾ ജനിച്ചത്. എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഈ അന്ധനായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ? അത്തരം കഥാപാത്രങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ളിലിട്ട് പരുവപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. അത് ഒരു ഡയറക്ടറിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഞാൻ. അത് ഡയറക്ടറാണ് മോൾഡ് ചെയ്യുന്നത്. തീർച്ചയായും അതെ അതെ. ഒരു പക്ഷേ നമ്മൾ കൂടുതലാവാം. നമ്മൾ ഒരുപാട് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു അന്ധനായ ഒരു കോളനി നിവാസിയായ ലോട്ടറി വിൽപ്പനക്കാരനായ രാഘവൻ എന്ന് പറയുന്ന കഥാപാത്രം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലരെങ്കിലും ചോദിക്കും, ഇയാൾ കണ്ണുകൊണ്ടുള്ളത്ത ആളല്ലേ, പിന്നെ എന്തോ ഇയാൾ ഇങ്ങനെ ക്ലിയറായിട്ട് നടന്നു പോകുന്നു, അടുപ്പിൽ കഞ്ഞി വയ്ക്കുന്നു, കറി വയ്ക്കുന്നു എന്നൊക്കെ ചോദിക്കും. മുഖത്ത് നോക്കി സംസാരിക്കും പോലെയൊക്കെ തോന്നും. അപ്പോൾ അല്ല, അന്ധരായ വ്യക്തികൾക്ക് ഉൾക്കാഴ്ച കൂടുതലാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ശരി എന്ന് പറയുന്നത്. പിന്നെ ഇയാൾ നിത്യപരിചിതമാണ്. അയാൾ ജനിച്ച സ്ഥലത്താണ് അയാൾ താമസിക്കുന്നത്. അയാളുടെ നടത്തവും പോക്കും വരവും മണവും ഗുണവും എല്ലാം ഇയാൾ ആസ്വദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അയാൾക്ക് കണ്ണുള്ള ഒരാളിനെ പോലെ തന്നെയാണ് അയാൾക്ക് സഞ്ചരിക്കാൻ കഴിയും. ഒരു സാധാരണ അന്ധവേഷങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചെയ്തിരിക്കുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അത് തന്നെയാണ് ആ പടത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. പിന്നെ ഈ രാഘവൻ എടുത്തു വളർത്തുന്നൊരു പേരുണ്ട്. ഞാൻ ഇപ്രാവശ്യം FFIക്ക്, അതായത് ഗോവയിൽ വരാത്തത് കൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല സിനിമ. ഇവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങളാണ് എനിക്കവിടെ നിന്ന്. ഈ പടം നാഷണൽ അവാർഡിന് പോയിട്ട് അവസാന കണ്ണി വരും. 3-ാമത്തെ ആൾ വരെ ഞാൻ ചാനലെല്ലാം വരികയും പത്രങ്ങളെല്ലാം വരികയും കൊച്ചുകുളമൻ അവാർഡ് ഡൽഹിയിൽ നിന്ന് പലരും വിളിക്കുന്നുണ്ട് എന്നെ. അടുത്ത് നാഷണൽ അവാർഡ് റെഡിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഒരു മണിക്കൂറിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അത് പോയത്. അതുപോലെ തന്നെ സംസ്ഥാന അവാർഡും അങ്ങനെ സംഭവിച്ചു. എങ്കിൽ അപ്പോഴൊക്കെ എല്ലാവരും ചോദിക്കും, ഈ അവാർഡ് കിട്ടാത്തതിൽ വേദനയുണ്ടോ എന്ന് ചോദിക്കും. പലരും പറയും, അവാർഡ് കിട്ടുന്ന എനിക്ക് വേദനയൊന്നുമില്ല, അതൊക്കെ ഓരോ രീതിക്ക് ഓരോരുത്തർക്ക് എന്ന് പറയും. ഞാൻ പറയും എന്നതല്ല, വേദനയുണ്ട്, അത്യധികം വേദനയുണ്ടായിരുന്നു. കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, അത്ര വേദന ഉണ്ടായിരുന്നു അവാർഡ്. കാരണം ഇത്രയും കാലം നമ്മൾ സിനിമയിൽ നിന്നിട്ട് എന്തെങ്കിലും സാമ്പത്തിക അംഗീകാരം
കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ സങ്കടമുണ്ട്. അങ്ങനെ ഒരു ചോദ്യം തന്നെ മണ്ടത്തരമാണ്. വിഷമമുണ്ടോ എന്ന് ചോദിക്കും. ഗോവ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ പടം പ്രദർശിപ്പിക്കുന്നതിൻ്റെ അന്ന് അതിനു മുമ്പേ ആൾക്കാർ ഞങ്ങൾ മറ്റ് പടങ്ങളൊക്കെ കണ്ടൊരിക്കുമ്പോൾ എന്നാണ് പടമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ പടം കാണാനായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ തിയേറ്റർ കവിഞ്ഞൊഴുകുന്ന ആളായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിന് വളരെയധികം ഒരു അവാർഡ് ഇങ്ങനെ മുമ്പ് വന്ന് നിൽക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമ കണ്ടിറങ്ങിയിട്ട് വിവിധ രാജ്യങ്ങളിലുള്ള സംവിധായകരും സിനിമയായിട്ട് ബന്ധപ്പെട്ടവരും നമ്മളെ സമീപിക്കുമ്പോൾ ഞാൻ ആരാണ്, ഞാൻ എന്തോ ആണ് എന്നുള്ള ചിന്ത എനിക്ക് വന്നു. ഇപ്പോൾ ഒറിയൻ ചിത്രത്തിൻ്റെ ഡയറക്ടർ വന്നിട്ട് എനിക്ക് ഭാഷ അറിഞ്ഞുവിടെങ്കിൽ പോലും എന്നെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ്, ഈ ശരീരം ഈ രൂപമൊക്കെ വെച്ചുകൊണ്ട് ഇയാളിതെങ്ങനെ ഇത് പെർഫോം ചെയ്തു എന്ന് പലരോടും ചോദിച്ച് ഞാൻ മലയാളത്തിൽ പറയുന്നത് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അയാൾക്ക് എന്നെ വിട്ടുപോകാൻ വേണ്ടിയില്ല. അയാൾ അടുത്ത പടത്തിലേക്ക് എന്നെ ചോദിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഭാഷ വലിയൊരു അങ്ങനെ 3-4 പടങ്ങൾ, ബംഗാളി പടം, ഒരു ബംഗാളി പടത്തിൻ്റെ ഡയറക്ടർ വന്നിട്ടുണ്ട്, തമിഴിൽ 2 പടക്കാർ വന്നിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതുപോലെ ആയി. തീർച്ചയായിട്ടും. അല്ല, അടുത്ത് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ല, പക്ഷെ ഒരു വേദിയിൽ അല്ലെങ്കിൽ അഭിനന്ദനങ്ങളോടൊപ്പം ഇത്തരം ചലച്ചിത്ര പ്രവർത്തകരുമായിട്ടുള്ള ഒരു സംവേദിക്കാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു അനുഭവം. അതത്ര വലിയ അനുഭവമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. നമ്മളെന്തുകൊണ്ടോ നമ്മുടെ IFFKയുടെ മത്സരത്തിന് ഇതിന് പ്രദർശിപ്പിക്കാൻ ആ ചിത്രം ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനെന്ന് പറയുന്ന നടൻ്റെ വേറിട്ടൊരു മുഖം കുറേ കൂടെ ജനങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നുള്ള വിശ്വാസമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. എന്തായാലും ആ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോ ഫെസ്റ്റിവലുകൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം റിലീസ് വയ്ക്കാൻ. അല്ല, രൂപാന്തരങ്ങളിലെ അഭിനയങ്ങൾ ഒരുപാട് വാർത്താ പ്രാധാന്യം കിട്ടി. മാത്രമല്ല അത്രത്തോളം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചൊരു സിനിമയാണ് അത്. ഡയറക്ടറുടെ ഒരു വലിയൊരു കഴിവ് തന്നെ. പത്മകുമാർ എന്ന് പറയുന്ന ഒരു അത്ര അധികം കഴിവുള്ള പത്മകുമാറിനെ ഞങ്ങൾ വളരെ മുമ്പേ എനിക്ക് പരിചയമുള്ള. എന്നെങ്ങനെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം രാവിലെ ഞാൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വരിക. ചേട്ടാ ഞാനാണ്, ഞങ്ങൾ വേറൊരു പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വളരെയധികം സുഹൃത്തുക്കളായി. അന്നേ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പടം ചെയ്യണമെങ്കിൽ പ്രേംചേട്ടനെ വെച്ചൊരു പടം ചെയ്യുമെന്ന് അന്ന് പറഞ്ഞ് സാധാരണ എല്ലാവരും പറയുന്ന രീതിയിലങ്ങ്. പക്ഷേ അത് കൃത്യമായിട്ട് പാലിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് എനിക്ക് പറ്റിയൊരു വേഷം വന്നു എന്ന് പറഞ്ഞപ്പോൾ അതെന്നെ വിളിച്ചതിൻ്റെ പുറകെ എന്നെ പിറ്റേ ദിവസം വീട്ടിലെത്തുകയാണ് പുള്ളി. വീട്ടിലെത്തി കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ സ്ക്രിപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന ദിവസം ഷൂട്ട് ചെയ്യണം. കൃത്യം ഒരു 10 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്ത് തീരുന്നത്. അത്ര കഴിവുള്ള ഒരു ആൾ തന്നെയാണ് അതിൻ്റെ ഡയറക്ടറായ പത്മകുമാർ. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തും പ്രാന്തപ്രദേശങ്ങളിലും അതെ, ഇവിടെ ചെങ്കച്ചുള കോളനിക്കകത്താണ് മുഴുവൻ സീനുകളും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് സീൻ ആറ്റിങ്ങിലും ബസ് സ്റ്റാൻഡും പരിസരമൊക്കെ ആറ്റിങ്ങിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മരുതൻകുഴി ആ ഭാഗത്ത് ആ പാലത്തിൻ്റെ അവിടെ വെച്ച് ഞാനൊരു ദിവസം കാണാനുണ്ടായി. അതിൽ വേറൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിലെ പ്രൊഡ്യൂസറുടെ മകനാണ് അഭിനയിക്കുന്നത്. നല്ല ഒരു നടനാണ് ആ പയ്യൻ. ആ ഭാവിയുടെ ഒരു വാഗ്ദാനമായിട്ട് നമുക്ക് കാണാം ആ പയ്യൻ. അത്ര ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കുമാണ് അഭിനയിക്കാനുള്ളത് കൂടുതൽ. ബാക്കിയുള്ള എല്ലാ ചെങ്കച്ചുള നിവാസികളും അതിലൊരു പെങ്കൊച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിമനോഹരമായിട്ട്. ആ കോളനിയിലുള്ളൊരു കുട്ടി തന്നെയാണ്. അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിന് പറ്റിയൊരു കുട്ടി. അത് അത്ര രസകരമായിട്ട് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ കാസ്റ്റിംഗ് ആയിരുന്നു. ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനും ആ കൊച്ചിന് കഴിഞ്ഞു. അതിന് കൂടുതൽ അവസരങ്ങൾ ഇത് കാണുന്നവരുണ്ടാക്കി കൊടുക്കട്ടെ എന്നാണ് എനിക്ക് കാരണം. അത് കാരണം വളരെ നിർദ്ധനായൊരു വീട്ടിലൊരു കുട്ടി. അപ്പോൾ ഇങ്ങനൊരു അവസരം കൂടെ ഈ സിനിമയിലൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനും ഒരു പ്രോത്സാഹനമാകുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ രൂപാന്തരങ്ങൾ. അതിന് മുമ്പും നമ്മുടെ മിഴികൾ സാക്ഷി എന്ന് പറയുന്ന പടത്തിൽ മിഴികൾ സാക്ഷി എന്ന് പറയുന്നതിൽ വളരെ നല്ലൊരു വേഷമാണ്. അതെ, അതിൽ വളരെ ത്രൂ ഔട്ട് ഇവർക്ക് 3 പേർക്കും ഒപ്പം നിന്ന് അഭിനയിക്കുവാനുള്ള അത് അശോകാർനാഥാണ് തമ്മിൽ. അശോകാർനാഥ് ആണ്
ഈ തമാശ നേരത്തെ പറഞ്ഞ പോലെ തമാശ കഥാപാത്രങ്ങൾ ചെയ്ത ആളെ കൊണ്ട് ഇതും കൊണ്ട് ഒരു സീരിയസ് ക്യാരക്ടർ പറ്റും. ഇതിൻ്റെ ചർച്ചകൾ വന്നപ്പോൾ അവർ ചർച്ചകൾ ചെയ്ത കൂട്ടത്തിൽ അശോക് വളരെ ദൃഢമായിട്ട് നിന്നു ഞാൻ തന്നെ ചെയ്യണമെന്ന്. അപ്പോൾ എന്നെ ശരിക്കും അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ കഥാപാത്രം ചെയ്യാൻ പറ്റിയത്. അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ